അപകടങ്ങൾ തുടർക്കഥ. നിയന്ത്രണം വിട്ട മിനി ലോറി മറ്റൊരു വാഹനത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെ നിയന്ത്രണം വിട്ട മിനി ലോറി വഴിയോര കച്ചവടക്കാരന്റെ കൈവണ്ടിയിലും തുടർന്ന് മറ്റൊരു പിക്കപ്പ് വാനിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസവും രണ്ടിടങ്ങളിലായി 6ഓളം വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 15ഓളം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ റൂട്ടിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. വാഹനമോടിച്ച ആളുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും പുലർച്ചെ ആയതിനാൽ വലിയ ദുരന്തമൊഴിവായെന്നും പച്ചക്കറിക്കട ഉടമ അബൂട്ടി പറഞ്ഞു. ഇത്തരത്തിൽ അശ്രദ്ധയോടെ വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അബൂട്ടി കൂട്ടിച്ചേർത്തു. പുലർച്ചെ 4 മണിക്കുണ്ടായ ഒരു അപകടമാണ് ഇത്. ഈ മരണപ്പാച്ചിൽ പായുന്ന കോഴിവണ്ടികളെ നിലക്ക് നിർത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നാണ് ഇതിനോടൊപ്പം പറയാനുള്ളത്. കാരണം ഇന്നലെ മനുഷ്യരിയിലും ഇന്ന് പുലർച്ചെ രാവിലെ 3:30 മണിക്ക് ഒറ്റപ്പാലത്ത് സംഭവിച്ചത്. ഇത് രാവിലെ പുലർച്ചെ സംഭവിച്ചത് ഒരുപാട് ജീവന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതല്ല പകലാണെങ്കിൽ ഒരുപാട് ജീവന് എടുത്തിട്ടുണ്ടായിരിക്കും ഈ കോഴിവണ്ടിയുടെ മരണപ്പാച്ചിൽ. ഡ്രൈവർ പറയുന്നത് വളരെയധികം നുണയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അയാൾ പറയുന്നത് വേറെ വണ്ടിയായിട്ട് വന്നപ്പോൾ വെട്ടിച്ചാണ്. അയാൾ ഉറങ്ങിയിട്ടാണ് എൻ്റെ ഈ കച്ചവട സ്ഥാപനം, അതുപോലുള്ള അപ്പുറത്തെ ഇലക്ട്രിക് പോസ്റ്റ്, അതുപോലുള്ള മറ്റേ ഹൈമാസിൻ്റെ ലൈറ്റ്, അതിൻ്റെ പോസ്റ്റ് എല്ലാം ഇടിച്ചു ചേർത്തിട്ടുള്ളത്. അതായത് ഒരു 20-30 മീറ്ററോളം ഇവിടെ നിർത്തിയിട്ടുള്ള വണ്ടിയെ വലിച്ചെടുത്താണ് അങ്ങോട്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമായ ഒരു ഇടപെടൽ ഈ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഈ മരണപ്പാച്ചിൽ പായുന്ന ഈ കോഴിവണ്ടികളെയും കള്ളുവണ്ടികളെയും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തണം. അതല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾക്ക് ഭീഷണിയാണ് ഇവരുടെ ഈ മരണപ്പാച്ചിൽ. വഴിയോര കച്ചവടം ചെയ്യുന്ന എന്നമാരുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് ഒരു നിയന്ത്രണത്തിലെത്തിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലും വഴിയോര കച്ചവടക്കാർക്കാണ് ഇതിൻ്റെ അപകടം നിലനിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഈ പാതയോരത്ത് കുടുംബം പോറ്റാൻ വേണ്ടി പല ആളുകളും വഴിയോരത്ത് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മരണപ്പാച്ചിലിന് ഞങ്ങളുടെ കുടുംബങ്ങൾക്കാണ് ഞങ്ങളെ നഷ്ടപ്പെടുന്നത്. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ജാഗ്രത കൊണ്ടുവരണം എന്നാണ് ഇതിലൂടെ ബന്ധപ്പെടാനുള്ളത്. വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് വേണ്ടി അബൂട്ടി.